മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഏവർക്കും ഹൃദയത്തിൽ നിന്ന് പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ഒരു വർഷത്തെ ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സകല ഇറാൻ പ്രേമികൾക്കും നമ്മളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ഒരു പ്രത്യേക ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ആദ്യമേ തന്നെ എടുത്ത് മുന്നോട്ട് വെക്കുക. നമ്മുടെ പ്രേക്ഷകരോടൊക്കെ തന്നെ പറയാനുള്ളത്, ആരും ചിരിക്കരുത്. ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രഖ്യാപനം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇറാൻ പ്രേമികളുണ്ട്. ഇറാനാണ് അവരെ സംബന്ധിച്ച് എല്ലാം. അതായത് ഹമാസിനെ, ഹൂത്തിനെ, ഹിസ്ബുള്ളയെ, അവരുടെയൊക്കെ നാഥൻ എന്ന് പറയുന്നത് ഇറാനാണ്. ആ ഇറാനോട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇറാൻ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗതികെട്ടൊരു വർഷമായിരുന്നു. അവരുടെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ. ആ അപകടം നടന്നതോടുകൂടിയിട്ട് ഇറാന്റെ പ്രസിഡന്റ് പോലും സഞ്ചരിക്കുന്നത് 80കളിലെ ഒരു ഹെലികോപ്റ്ററിലാണ് എന്നുള്ളതും ലോകം തന്നെ തിരിച്ചറിഞ്ഞു. അതായത് ഇറാൻ എത്രത്തോളം വലിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട് എന്നുള്ളത് ലോകം തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞു. തകരപ്പെട്ടയ്ക്ക് സമമായിട്ടുള്ളൊരു ഹെലികോപ്റ്ററിലാണ് അവിടെയുള്ള പ്രസിഡന്റ് പോലും സഞ്ചരിച്ചത് എന്ന് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതോടുകൂടി ലോകം തിരിച്ചറിഞ്ഞു. ഒരു ഇബ്രാഹിം റൈസിയെ മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഭീകര സംഘടനയായിരുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിലും അപ്പുറം എന്തെങ്കിലും മാനക്കേടൊരു ഈ രാജ്യത്തിന് സംഭവിക്കാനുണ്ടോ? പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇസ്മായിൽ ഹനിയ, അതായത് ഹമാസിന്റെ ഭീകര സംഘടന, ഹമാസിന്റെ ഭീകര മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഞങ്ങളാ കൊലപ്പെടുത്തിയത് ഇന്ന് ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇതിലൂടെ ലോകം അങ്ങ് തിരിച്ചറിയാ, ഇറാനെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത് ലോകത്തോട് വലിയ രീതിയിൽ പ്രഖ്യാപിച്ചത് എന്ന്. അങ്ങനെ നിരവധി അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ ഇസ്രായേൽ ഇല്ലാതാക്കി. അവരുടെ, അതായത് ഇറാന്റെ 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് പരന്നു കിടന്നിരുന്ന അവരുടെ ഭീകര ശൃംഖലയെ ഇസ്രായേൽ അങ്ങ് തച്ചുടച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജ്യമായിരുന്ന സിറിയ, ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കി. അതെങ്ങനെയാ? അതായത് ഈ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ എക്കാലഘട്ടത്തിലും പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയായിരുന്നു. അവർക്കൊക്കെ തന്നെ ആയുധം എത്തിച്ചു കൊടുത്തത് ഇറാൻ ആയിരുന്നു. ഹിസ്ബുള്ളയെ ഇസ്രായേൽ തകർത്തതോടുകൂടിയിട്ട് സിറിയയിലുള്ള വിമതരും ഭീകരരും കൂടി സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുമ്പോൾ ഇറാനൊന്നും ചെയ്യാൻ സാധിക്കാതെ നോക്കി നിൽക്കാനാണ് സാധിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ള തകർന്നു, ഹമാസ് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ഹൂത്തി ഭീകരര ഇപ്പൊ ബാക്കിയായിട്ടുള്ളത്, അവരെയും ഇസ്രായേലി സൈന്യം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ചരിത്രത്തിൽ ഇതുപോലെയൊരു വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവുമില്ല. അത്രത്തോളം ഗതികെട്ട അങ്ങേയറ്റത്തെ വളരെ മോശമായ അവസ്ഥ തന്നെയായിരുന്നു 2024 ഇറാനെ സംബന്ധിച്ച്. ഇതിന്റെയൊക്കെ റിസൾട്ട് ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തി വലിയ രീതിയിൽ പ്രഖ്യാപിച്ചത് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. مصلحتمون اینه که شعار بدیم که اسرائیل باید محو بشه و شعارهای پوچ و بی‌معنا و پرهزینه. نمیخواد دای مردم رو بگیرید. مسئله خیلی مهمه. نمیخوام وارد جنگ با اسرائیل بشم. هر کی میخواد بره شهید بشه، کشور وارد جنگ نکنه. خودش بره و وسط بهشت مال خودش. خود به رأی بگیریم ببینیم اکثریت چی میگه. اگر 70% مردم رأی مخالف ندادن، ഇതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നത് ഇറാന്റെ താല്പര്യമാണോ? ആരെങ്കിലും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ
ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ അത് ചെയ്ത് സ്വർഗത്തിൽ പോകണം. ഒരിക്കലും രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കരുത് എന്ന്. അതായത് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാം. ഇസ്രായേലിനെ പോയി വെറുതെ ചൊറിയാൻ നിന്നാൽ അടപടലം അങ്ങ് പെടുമെന്നുള്ളത് ഇറാനിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അട്ടിമറിക്കുമെന്ന് 2 തവണയാ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതാണ്, ഞങ്ങൾ ഒരിക്കലും ഇറാനിയൻ ജനതക്കെതിരല്ല, ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാർക്കെതിരെയാണ്. ഇറാനിയൻ ജനത തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങണമെന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇറാനില് വലിയ രീതിയിൽ ആഭ്യന്തര കലാപങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകൾ പുറത്തെത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ വളരെ പെട്ടെന്ന് അങ്ങ് അറസ്റ്റ് ചെയ്യുന്നൊരു ഗതികെട്ട ഒരു അങ്ങേയറ്റത്തെ അവസ്ഥ കൂടി ഇറാനിലുണ്ട്. ഇറാൻ ജനത വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അവിടെ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ പോലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ട അവസ്ഥയുണ്ട്. ഒരു പാട്ട് പാടിയതിന്, ഹിജാബ് ധരിക്കാതെ പാട്ട് പാടിയതിന് അവരെ അറസ്റ്റ് ചെയ്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട് അവിടെ. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇറാനിൽ നടക്കുന്ന വിഷയങ്ങൾ പുറം ലോകത്ത് എത്തിക്കാതിരിക്കാന് ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സകലരെയും ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂട സംവിധാനങ്ങള് തേടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറാനിൽ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാ, പേടിച്ചിട്ട് കൊണ്ട് തന്നെയാ ഇത്തരത്തിലുള്ള ഇറാനിലെ മുൻ ഉദ്യോഗസ്ഥന്മാര് പോലും രംഗത്തെത്തിയിട്ട് പറയുന്നത് ഇസ്രായേലിനെ ചൊറിയാൻ നിൽക്കണ്ട എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് നേരിട്ട് പോവാമെന്നാ വിളിച്ചു പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് 2023 ഒക്ടോബറില് വലിയ രീതിയിൽ ഇസ്രായേലിലേക്ക് ആക്രമണത്തിനിറങ്ങുമ്പോൾ ഇറാനും ഇറാന്റെ ഭീകര അച്ചുതണ്ടും കൂടി ഇസ്രായേലിനെ അങ്ങ് പിടിച്ചെടുക്കുമെന്ന നമ്മുടെ കേരളത്തിലെ സകല ഇറാൻ പ്രേമികളും നിരന്തരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവരൊക്കെ എന്തു പറയുന്നു? ഇറാനിലെ മുൻ ഉദ്യോഗസ്ഥന്മാര് പോലും വിളിച്ചു പറയാ, ഇസ്രായേലിനെ ചൊറിയാൻ നിൽക്കല്ലേ എന്ന്.